ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ കോൺഗ്രസിന്റെ വിമർശനം. വെടിനിർത്തൽ പോലെ വ്യാപാര കരാറിന്റെ പ്രഖ്യാപനവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് നടത്തിയെന്നാണ് വിമർശനം. കരാറുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടണമെന്ന് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ശരിക്കും ഈ ഉടമ്പടി ഒപ്പുവയ്ക്കും മുമ്പേ ഒരു മുഴ മുന്നേ അമേരിക്കൻ പ്രസിഡന്റ് എറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമുക്കത് ഗുണകരമാണ് എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് തിരിച്ചറിയുന്നില്ലേ? ഈ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ചുള്ള ധാരണ ഇക്കാര്യത്തിലെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ കോൺഗ്രസ് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇന്നലെ രാത്രി തന്നെ ഈ പ്രഖ്യാപനം രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രിയോ ഭരണ നേതൃത്വവുമാണ് നടത്തേണ്ടത് എന്നും മറിച്ച് ഇന്ത്യയിലെ US അംബാസിഡറോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപോ അല്ല എന്നുമുള്ള പ്രതികരണം നടത്തിയിരുന്നു. ഈ കരാർ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രി അടക്കമുള്ളവർ കൂടുതൽ സ്ഥിരീകരണം നൽകിയ ശേഷവും കോൺഗ്രസ് ഈ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നത് ഈ കരാറുമായി ബന്ധപ്പെട്ട ഇന്ത്യയെ ബാധിക്കാവുന്ന ഇടങ്ങളെ വെച്ചാണ്. ഒപ്പം തന്നെ ഈ കരാറിന്റെ പ്രഖ്യാപനവും ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വെടിനിർത്തൽ സംബന്ധിച്ച് ഉള്ള പ്രഖ്യാപനം ഡൊണാൾഡ് ട്രംപ് നടത്തിയതിന് സമാനമായി തന്നെ ഈ കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും അദ്ദേഹം തന്നെ നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മോദിയുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് ഈ കരാർ നടപ്പാക്കുന്നത് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ അമേരിക്കയ്ക്കായി ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കും എന്നുള്ള പ്രഖ്യാപനമുണ്ട്. ഇക്കാര്യം ഇത് ഇന്ത്യൻ വ്യവസായത്തെയും വ്യാപാരികളെയും കർഷകരെയും ബാധിക്കുന്നതാണ്. ഏത് തരത്തിലായിരിക്കും ഇന്ത്യൻ കർഷകരുടെ സുരക്ഷയും താല്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികൾ എന്ന കാര്യം സർക്കാർ വിശദീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ റഷ്യക്ക് പകരം അമേരിക്കയിൽ നിന്നും വെനസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യ എന്നുള്ള കാര്യവും ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം സംബന്ധിച്ചും വിശദീകരണം വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പാർലമെന്റിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇക്കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇന്ന് ഇരു സഭകളിലും ഈ വിഷയം കോൺഗ്രസ് ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.